Hello everyone and welcome back to my channel. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് എല്ലാവരുടെ വീട്ടിലും കമ്പ്യൂട്ടേഴ്സ് ഉണ്ട്. ഈ കമ്പ്യൂട്ടറിനെ നമ്മൾ ഡേറ്റ ഒക്കെ സ്റ്റോർ ചെയ്യാനായിട്ട് ഇപ്പോൾ മെയിൻലി യൂസ് ചെയ്യുന്നത് ഹാർഡ് ഡിസ്ക് ഉണ്ട്, SSD ഉണ്ട്. SSD തന്നെ ഒരുപാട് ടൈപ്പ് ഉണ്ട്. അതുപോലെ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഹാർഡ് ഡിസ്കിനകത്ത് എന്തൊക്കെയാണുള്ളതെന്നാണ്. എൻ്റെ കയ്യിൽ ഇപ്പോൾ 3 ടൈപ്പ് ഹാർഡ് ഡിസ്ക് ഉണ്ട്. ഇത് പഴയ മോഡലാണ്, ഇപ്പോഴത്തെ ജനറേഷൻ പിള്ളേർക്കൊന്നും അറിയത്തുണ്ടാവില്ല. ഇത് IDE കണക്ടറാണ്, 40 പിൻ IDE കണക്ടറാണ്. പഴയ ഒരു ടൈപ്പ് ഹാർഡ് ഡിസ്ക്കാണ്. ഇത്ര 120 GB സംതിങ്ങേ ഉള്ളൂ. ഇത് നമ്മുടെ ഇപ്പോൾ സ്റ്റാൻഡേർഡ് യൂസ് ചെയ്യുന്ന സാറ്റ ഹാർഡ് ഡ്രൈവാണ്. ഇത് എന്ന് പറയുന്നത് 10,000 റുപ്പീസിൻ്റെ NAS ഹാർഡ് ഡ്രൈവാണ്, അതായത് നെറ്റ്വർക്ക് അറ്റാച്ച്ഡ് സ്റ്റോറേജ്. ഇത് ക്ലോസ് പ്രോക്സിമിറ്റിയിലും എന്താ പറയുക 24 hours റീഡ് റൈറ്റ് എല്ലാ രീതിയിലും ഇത് ഓഫ് ചെയ്യാതെ കണ്ടിന്യൂസ് ആയിട്ട് സ്ട്രെയിനുള്ള കണ്ടീഷനിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രൈവാണ്. ഇത് സാധാരണ നമ്മുടെ ഹാർഡ് ഡിസ്കിൻ്റെ റേറ്റ് വെച്ച് നോക്കുമ്പോൾ ഇത് ഭയങ്കര വില കൂടിയ ഡ്രൈവാണ്. അപ്പം ഇതിൻ്റെ മൂന്നിനകത്തും എന്തൊക്കെ ഉണ്ടെന്നാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുക. സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം നമുക്ക് ഏറ്റവും കുറഞ്ഞ ഡ്രൈവിൽ നിന്ന് തുടങ്ങാം. ഇതിപ്പം ഇങ്ങനത്തെ ഹാർഡ് ഡിസ്ക് ഒന്നും കിട്ടാനൊന്നുമില്ല. IDE ഡ്രൈവുകളൊക്കെ ഒരുപാട് പഴക്കം ചെന്ന് കളഞ്ഞാണ്. മിക്ക ഹാർഡ് ഡിസ്കുകളും തുറക്കാനായിട്ട് നമുക്ക് സാധാ സ്റ്റാറോ ഫ്ലാറ്റോ ഒന്നും ആയിരിക്കത്തില്ല വരുന്നത്, ടോർച്ച് ബിറ്റ്സ് ആയിരിക്കും വരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, ഈ പൂ പോലെ ഞാൻ കാണിച്ചത് ഫോക്കസ് ആയാൽ കൊള്ളാം, എന്താണ് ഇരിക്കുന്ന പൂ പോലത്തെ ബിറ്റുകളാണ് വരുന്നത്. സോ ഇതിനകത്ത് എന്തുണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ കാണുന്ന രീതിയിൽ ഇതിൻ്റെ അടിയിൽ എന്തായാലും ഒരു സ്ക്രൂ കാണും. ഇതിൻ്റെ അടിയിലൊരു സ്ക്രൂ ഉണ്ട്. പിന്നെ ഇതിൻ്റെ അടിയിലൊരു സ്ക്രൂ ഉണ്ട്. തുറക്കാം. എല്ലാവരുടെ വീട്ടിലുമുള്ള ഒരു സാധനമാണ്. ഇതിനകത്ത് എന്തുണ്ടെന്ന് മിക്കവരും കണ്ടിട്ടുണ്ടാവില്ല. ആരും ഇതും തുറന്നു നോക്കാനൊന്നും പോകാറില്ല. നമ്മുടെ വീട്ടിലുള്ള സ്വന്തം സാധനങ്ങൾ പോലും ആരും ശരിയാക്കാനൊന്നും നിൽക്കാറില്ല. എല്ലാവരും കൊണ്ട് കടയിലേക്കാണ് കൊടുക്കാറ്. ഇതിപ്പോൾ ഈ ഡ്രൈവുകളൊന്നും കംപ്ലൈൻ്റ് ഒന്നും അല്ല, എനിക്ക് ആക്ച്വലി വേണ്ടാത്ത ഡ്രൈവുകളാണ്. പുതിയ ഡ്രൈവിലേക്ക് അപ്ഗ്രേഡ് ചെയ്തപ്പോഴത്തേക്ക് ഊരി മാറ്റിയ ഡ്രൈവുകളാണ് ഇതെല്ലാം. അപ്പോൾ ഇത് ഓരോന്നിനകത്ത് എന്തൊക്കെയാണുള്ളത്, ഓരോ പുതിയ ഡ്രൈവുകളും പഴയ ഡ്രൈവും തമ്മിൽ എന്തൊക്കെ വ്യത്യാസമാണുള്ളത്, ഇതെല്ലാം നമുക്ക് ഈ വീഡിയോയ്ക്കകത്ത് കാണാൻ പറ്റും. സോ എൻ്റെ വീഡിയോ കാണുന്നവർ 5-6 പേരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്താൽ കൊള്ളായിരുന്നു. കുറേ നാളായി 400 സബ്സ്ക്രൈബർ വെച്ചുകൊണ്ടിരിക്കുന്നു. കുറച്ച് 21 ആളൊന്നും കൂട്ടി കിട്ടിയാൽ കൊള്ളാം. ഇവിടെ ഒരു സ്ക്രൂ കൊടുത്തിട്ടാണ്. കുറഞ്ഞ ഡ്രൈവിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന്. ഈ ഡ്രൈവുകളെല്ലാം വെസ്റ്റേൺ ഡിജിറ്റലിൻ്റെ ഡ്രൈവ്സ് ആണ്. ഇത്ര സാധനങ്ങളാണ് ആകെ ഹാർഡ് ഡിസ്കിനകത്ത്. ഇതാണ് നമ്മുടെ എന്താ പറയുക സ്പിൻഡിൽ ഡേറ്റ സ്റ്റോർ ആകുന്ന ഡിസ്കിനാണ്. ഇതിപ്പോൾ മൾട്ടി ഡിസ്കാണ്, 3 ഡിസ്കാണ് ഇതിനകത്തുള്ളത്. അതായത് ഡെൻസിറ്റി വളരെ കുറവാണ്. ഇപ്പം 120 GB 3 ഡിസ്ക് എന്ന് പറഞ്ഞാൽ ഡേറ്റ ഡെൻസിറ്റി കുറവാണ്. പഴയ മോഡൽ ഡിസ്കൊക്കെ ലോ കപ്പാസിറ്റിക്ക് തന്നെ ഒരുപാട് ഡ്രൈവുകൾ വരും. ഇനി നമുക്ക് അടുത്ത ഡിസ്ക് തുറന്നു നോക്കാം. ഇതിൻ്റെ പാർട്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിനെ നമ്മൾ സ്പിൻഡിൽ എന്ന് പറയും. കറങ്ങുന്ന സാധനം സ്പിൻഡിലാണ്. ഇതതിൻ്റെ റീഡ് റൈറ്റ് ആമാണ്, ഇല്ലാന്നുണ്ടെങ്കിൽ സ്ലൈഡർ എന്ന് പറയും. ഇതതിൻ്റെ ആക്ച്വേറ്റർ മെക്കാനിസമാണ്. ആക്ച്വലി ഇതൊരു ഇലക്ട്രോ മാഗ്നറ്റ്, നമുക്കൊരു മോട്ടോർ കണക്കൊക്കെ തന്നെയാണ് വർക്ക് ആവുന്നത്. കോയിലും ഉണ്ട്. ഈ ഹെഡ് ഇതിൻ്റെ പുറത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങിയാണ് ഡേറ്റ റീഡ് ചെയ്യുന്നത്. ഇപ്പം തന്നെ ഏകദേശം നശിച്ചു, നോക്കിയിട്ട് കഴിയില്ല, പോയി. അതായത് നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ നമ്മളെ കംപ്ലൈൻ്റ് ആയി, ഇനി ഡേറ്റ ഒന്നും കിട്ടുന്നില്ല. ഡേറ്റ അല്ലെങ്കിൽ വേണ്ട പൊട്ടും. പിന്നെ ഉള്ള സാധനത്ത് തോന്നെ പാർട്സ് എന്ന് പറയാനായിട്ടൊന്നും ഒന്നുമില്ല. ഈ ആമുണ്ട്. ഈ ആമിൽ നമുക്ക് കാണാൻ പോലും പറ്റാത്ത സൈസിനാണ് ഇതിൻ്റെ റീഡ് റൈറ്റ് ഹെഡൊക്കെ ഇരിക്കുന്നത്. ഇതിൻ്റെ ഹെഡ് കാണിച്ചു തരാൻ പറ്റുമെന്നുള്ള കാര്യം എനിക്കറിയില്ല. എന്തായാലും നോക്കാം. ബ്ലാക്ക് ഡോട്ട് കണ്ടു, ചെറിയൊരു ബ്ലാക്ക് ഡോട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നു.
ആ ബ്ലാക്ക് ഡോട്ടാണ് നമ്മുടെ റീഡ് റൈറ്റ് ഹെഡ് എന്ന് പറയുന്നത്. ആ ഡോട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഡേറ്റ റീഡ് ചെയ്യുന്നത്. ഇതൊരു മാഗ്നറ്റിക് ഹെഡാണ്. ഇത് ആക്ച്വലി എല്ലാം മാഗ്നറ്റിക്സിൽ വർക്ക് ചെയ്യുന്നതാണ്. ആ ഹെഡാണ് ആക്ച്വലി നമ്മുടെ ഡേറ്റ റീഡ് ചെയ്യാൻ റൈറ്റ് ചെയ്യുന്നത്. ഇതിപ്പോൾ 250 ഗിഗിൻ്റെയാണ്. ഇതിനകത്തിപ്പോൾ ഒറ്റ ഹെഡേ ഉള്ളൂ. ഒരു ഹെഡ് വിട്ട് പൊളിഞ്ഞു പോയാണ് ഒറ്റ ഹെഡ്. ഇതിപ്പോൾ നമ്മുടെ 2 TB ഡ്രൈവിൻ്റെയാണ്. നോക്കിക്കഴിഞ്ഞാൽ കാണാം ഒരു ഹെഡല്ല, 2-3 ഹെഡാണ്. ഒരു സെറ്റ് ഓഫ് ആമിൽ തന്നെ ടോപ്പും ബോട്ടവും റീഡ് ചെയ്യാനായിട്ട് ഹെഡ് ഉണ്ട്. അങ്ങനെ 2 സെറ്റ് ഓഫ് ഹെഡാണ്. 4 ആമുണ്ട്, 4 ആമുണ്ട്, 4 ഹെഡുണ്ട്. അതായത് ഈ പ്ലാറ്റിൻ്റെ ടോപ്പും ബോട്ടവുമാണ് റീഡ് ചെയ്യുന്നത്. നല്ല ഹൈ സ്പീഡ് ഡാറ്റ ട്രാൻസ്ഫറുള്ള NAS ഡ്രൈവാണ്. ബിൽഡ് ക്വാളിറ്റി നോക്കിയാൽ നമുക്കറിയാം. സ്പീഡിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡാറ്റ ട്രാൻസ്ഫർ ആവുന്ന രീതി ആക്ച്വേറ്ററിൻ്റെ അകത്ത് ഇതാണ് നമ്മുടെ ഹാർഡ് ഡിസ്കിൻ്റെ ആക്ച്വേറ്റർ എന്ന് പറയുന്ന സാധനം. അതായത് ആ ആമിനെ അങ്ങോട്ടും ഇങ്ങോട്ടും അനക്കാൻ വേണ്ടിയിട്ട് ഒരു കോയിലും ഉണ്ട്. അതിനെ കവർ ചെയ്തിരിക്കുന്ന ആ സാധനത്തിൻ്റെ അപ്പുറത്ത് ഇത് നിയോഡിയം മാഗ്നറ്റാണ്. റെയർ എർത്ത് മെറ്റൽ മാഗ്നറ്റ്. നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു മാഗ്നറ്റും ഉണ്ട്, ഒരു കോയിലും ഉണ്ട്. ഈ കോയിലിനകത്ത് കറണ്ട് വരുമ്പോഴത്തേക്ക് കണ്ടോ വയർ സോൾഡർ ചെയ്ത് വെച്ചേക്കുന്നുണ്ട്. അതായത് കോയിലിനകത്ത് ഇലക്ട്രിസിറ്റി പാസ് ആകുമ്പോഴത്തേക്ക് ഉണ്ടാവും കോയിൽ എനർജീസ് ആകുമ്പോൾ മാഗ്നറ്റിനെ അട്രാക്ട് ചെയ്യുന്നതാണ് ഈ ആമ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ആവുന്നത്. സോ ഹെഡ് മൂവ് ചെയ്യാനായിട്ടുള്ള നമ്മുടെ ആമിൻ്റെ ആക്ച്വേറ്ററിനകത്ത് കണ്ടറിയാം കോയിലാണ്. ഈ കോയിലിനകത്ത് ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്യുന്നത് കണക്ഷൻ ഉണ്ട്. കറണ്ട് പാസ് ചെയ്യുന്നതിനനുസരിച്ച് ഇത് ഇലക്ട്രോമാഗ്നറ്റായി അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങുമ്പോഴാണ് നമ്മുടെ ആമ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നത്. ഈ ഡിസ്കിൻ്റെ പുറത്ത് കിടന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കും. അതങ്ങനെ ഓടുമ്പോഴത്തേക്കാണ് ഡേറ്റ റീഡാവുകയും റൈറ്റ് ആവുകയും ക്ലോസ് ആയിട്ട് ഫോക്കസ് ആവാനായിട്ട് കഷ്ടപ്പെടുന്നത്. ഏറ്റവും പഴക്കം നിന്ന പഴയ മോഡൽ കൺസ്ട്രക്ഷൻ വ്യത്യാസം 120 GB എത്ര ഡിസ്ക്, 3 ഡിസ്ക്, 250 GB ഒരു ഡിസ്ക്, 2000 GB 2 ഡിസ്ക്. അതായത് ഓരോ ഡിസ്കിലെയും ഡേറ്റയുടെ ഡെൻസിറ്റി എന്ന് പറയുന്നത് that's it guys. Thank you for watching my video. പുതിയ വീഡിയോസുമായിട്ട് വരുന്നവരെ വളരെ നന്ദി. ടേക്ക് കെയർ. താങ്ക് യു ഫോർ സബ്സ്ക്രൈബിങ് ടു മൈ ചാനൽ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത്